സി ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒരു അറ്റാക്ക് നടന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇന്ത്യ വേണ്ട രീതിയിൽ പാകിസ്ഥാനെ വിറപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശ്രീ വിൻസെന്റ് പറഞ്ഞ പല കാര്യങ്ങളോട് ഞാൻ യോജിക്കണമെങ്കിലും ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇപ്പൊ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് പാകിസ്ഥാന് ഇപ്പൊ അടുത്ത ഒരു 1, 2, 3 വർഷത്തേക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് നമ്മൾ ഈ ഉരി, പുൽവാമ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ആ സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു റിസർവോയറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പണികൾ തുടങ്ങി നമ്മൾ പാകിസ്ഥാനെ വിറപ്പിക്കണമായിരുന്നു. ഇപ്പൊ ഈ ട്രീറ്റി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളം നമുക്ക് തടയാൻ കഴിയില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ കുലുങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ലീപ്പ വാലിയിൽ നടന്ന ക്രോസ് ബോർഡർ ഫയറിംഗ് പാകിസ്ഥാനാണ് തുടങ്ങി വെച്ചത്. അതിന്റെ അർത്ഥം അവർക്ക് പേടിയില്ല. ഇപ്പൊ വേണ്ടത് ലോകരാഷ്ട്രം മുഴുവനും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനെതിരെ തിരിയണം. പാകിസ്ഥാൻ ഒറ്റപ്പെടണം. ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇറാൻ പോലുള്ള ചില രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഒട്ടുമുക്ക യൂറോപ്യൻ, അമേരിക്കൻ രാഷ്ട്രങ്ങൾ എല്ലാവരും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി അവരുമായുള്ള നയതന്ത്രമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്തി ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ പാകിസ്ഥാൻ ഒന്ന് കുലുങ്ങുള്ളൂ. മാത്രമല്ല, നമ്മുടെ വശത്തിൽ നിന്നും, ഇന്ത്യയുടെ വശത്തിൽ നിന്നും 1987 ബ്രാസ് ട്രാക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി പാകിസ്ഥാൻ പഞ്ചാബിലും അതുപോലെ ജമ്മു കാശ്മീരിലും ഇങ്ങനത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇവിടുത്തെ തീവ്രവാദ സംഘടനകളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ഉറപ്പ് കിട്ടിയ ശേഷം ശ്രീ രാജീവ് ഗാന്ധി എന്താ ചെയ്തത്? രാജീവ് ഗാന്ധി ഇന്ത്യൻ ആർമിയും ചേർന്നിട്ട് ഏകദേശം 3 ലക്ഷം പട്ടാളക്കാരെ രാജസ്ഥാൻ തൊട്ട് അങ്ങ് കാശ്മീർ വരെ ബോർഡറിൽ നിരത്തി, ഒരു എക്സസൈസ് എന്ന പേരിലായിരുന്നെങ്കിലും ആ 3 ലക്ഷം പട്ടാളക്കാര് ആ ബോർഡറിൽ എത്തിയ ശേഷം അവിടെ ഒരു മാസീവ് എക്സസൈസ് നടന്നു, ആർമി എക്സസൈസ് നടന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു എക്സസൈസ് ആയിരുന്നു, ആർമി എക്സസൈസ് ആയിരുന്നു. അത് കണ്ട ശേഷമാണ് പാകിസ്ഥാൻ ഇറങ്ങി വന്നിട്ട് ഇന്ത്യയുമായിട്ട് ഒന്ന് സംസാരിക്കാനോ ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ ചെവികോർത്ത് കേൾക്കാനോ അവർ തയ്യാറായത്. അതുപോലത്തെ സംഭവങ്ങളാണ് ഇന്ന് വേണ്ടത്. അല്ലാതെ ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടോ അല്ല അവർ ഇന്ത്യയിലുള്ള പാകിസ്ഥാനിയരെ തിരിച്ചയക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിസ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടോ പാകിസ്ഥാൻ ഒരു കുലുക്കവും സംഭവിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ ഇത് തുടരും. പാകിസ്ഥാൻ ഇനിയും ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അവർ ഓപ്പണായിട്ട് അവർ പറയുകയാണ്. അതെ, ഗോപചന്ദ്രൻ, ഇപ്പോ ലോകരാജ്യങ്ങളുടെ എല്ലാം പ്രതിനിധികളുമായി ഡൽഹിയിൽ കൃത്യമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. ആ പിന്തുണ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്കുള്ളതാണ് എന്ന് ഉറപ്പിക്കാനുള്ള തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് വളരെ പ്രൈമറി ആയി ചെയ്യേണ്ടുന്ന കാര്യങ്ങളില്ലേ? അതിനും അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ടല്ലോ. അവരുമായി കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഞങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നും അതിന് കാരണം ഇതാണ് എന്നും ഇപ്പോൾ അവരുടെ നേതാക്കൾ തന്നെ, ഉപപ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവർ സ്വാതന്ത്ര്യ പോരാളികളാണ് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കേണ്ട മറ്റൊരു കാര്യവുമില്ല. 2 ഭീകരവാദികൾ അലി തൻഹീം, ആസിഫ് ഫൗജും കൃത്യമായ പാക് സ്വദേശികളാണ് എന്നതിന് തെളിവ് പോലും നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ബോധ്യപ്പെടുത്താൻ കഴിയും. ഓൾ ഓഫ് എ സഡൻ ഈ പറയുന്ന ഒരു സ്ട്രൈക്ക് ഒക്കെ സാധ്യമാണോ നിലവിലത്തെ സാഹചര്യത്തിൽ? ഒരിക്കലും അല്ല. സ്ട്രൈക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു ബിൽഡപ്പ് അറ്റ് ദ ബോർഡറിൽ നമ്മുടെ വശത്ത് അന്നും സംഭവിച്ചത്, അതായത് ഓപ്പറേഷൻ ബ്രാസ് ട്രാക്ക് ഞാൻ പറഞ്ഞതും അന്ന് ഒരു ബിൽഡപ്പ് ആയിരുന്നു. നമ്മുടെ ബോർഡറിൽ നമ്മുടെ വശത്ത് ആർമിയെ കൊണ്ട് ഇറക്കി നിറയ്ക്കുക, പാകിസ്ഥാനെ കൊണ്ട് ചിന്തിപ്പിക്കുക, ഇവർ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ചിന്ത പാകിസ്ഥാന് കൊടുക്കുക. ഇപ്പൊ പാകിസ്ഥാൻ ഒട്ടും പേടിയില്ല. ഇന്ത്യ ഒന്നും ചെയ്യില്ല. അതായത് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്കൊപ്പം ഈ സംഭവത്തിനെതിരെയൊക്കെ സംഭവിച്ചിട്ടെങ്കിലും ഏതെങ്കിലും ലോകരാഷ്ട്രം ഒന്ന് രണ്ട് ഒഴികെ ആരും പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ്, പാകിസ്ഥാൻ ഈ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല. അവരെ കൊണ്ട് ഇത് പറയിപ്പിച്ച് പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള പണികളാണ് ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ ശരി, ഞാൻ